ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ഹീറോ പ്ലഷർ വണ്ടിയാണ്. അത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. കിക്കർ അടിച്ചിട്ടും സ്റ്റാർട്ടാക്കി ഉണ്ടാവില്ല, സെൽഫിലും സ്റ്റാർട്ട് ആവണ്ടായില്ല. അപ്പോൾ നമ്മൾ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് ഫസ്റ്റ് ജസ്റ്റ് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. SF സോണിക്കിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാറ്ററി നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്, 12.65 വരെ കാണിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നല്ല ഔട്ട്പുട്ടാണ്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നമുക്ക് വോൾട്ട് കിട്ടുന്നുണ്ട്. 12 വോൾട്ട് ബാറ്ററിയാണ്. പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്ന സമയത്തുണ്ടല്ലോ, ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോൾ ഓൾറെഡി അതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് വേറൊരു ബാറ്ററി വെച്ചിട്ട് വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്തായാലും സെൽഫ് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് സെൽഫ് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് മാറുള്ളൂ. അപ്പോൾ ബാറ്ററി വെച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ പ്ലഗ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പ്ലഗ് ഷോർട്ടായി പോയേക്കാണ്. അപ്പോൾ പ്ലഗ് അഡാപ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ അഡാപ്റ്ററിൻ്റെ ഉള്ളിൽ അതിൻ്റെ HT കോയിലിൻ്റെ വയറിൻ്റെ ഒരു പീസ് ഒടിഞ്ഞതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. അപ്പം നിലവിൽ പ്ലഗും ഈ അഡാപ്റ്ററും കൂടി നമ്മൾ മാറ്റി. പ്ലഗ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 95 രൂപയാണ് പ്ലഗിന് വരാം. അഡാപ്റ്ററിനായാലും ഈ 92 രൂപ അഡാപ്റ്റർ വന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററും കാർബറേറ്ററിൻ്റെ ഭാഗം കൂടി നോക്കി. കാരണം വെച്ചാൽ പ്ലഗിൽ ഇച്ചിരി കരിയുടെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തതാണത്. കാർബറേറ്റർ അഴിച്ച് കഴിഞ്ഞപ്പോൾ ഓൾറെഡി നമുക്ക് അതിൻ്റെ സ്ലോജറ്റ്, അതിൻ്റെ ഉള്ളിൽ തന്നെ സ്ലോജറ്റ് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ട് ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഡലിങ്ങിൽ കറക്റ്റായിട്ട് നിൽക്കില്ല. അത് നമുക്ക് ഹോണ്ടയിൽ വന്ന ജെറ്റ് ഉപയോഗിക്കാം. 73 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരാം. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. എയർ ഫിൽറ്റർ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി പിടിച്ച് ബ്ലോക്കാണ്. അപ്പോൾ എയർ ഫിൽറ്റർ കൂടി അതിനകത്ത് പെടുത്തുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററിന് വരുമ്പോഴത്തേക്കും 150 രൂപയാണ് എയർ ഫിൽറ്ററിൻ്റെ കോസ്റ്റ് വരാം. ഹീറോൻ്റെയാണ്, കമ്പനി ആയിട്ടാണ്. 150 രൂപയാണ് കോസ്റ്റ് വരാം. അപ്പോൾ നമ്മൾ അത്രയും ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് എയർ ഫിൽറ്റർ മാറ്റി, കാർബറേറ്റർ ക്ലീൻ ചെയ്ത്, പ്ലഗ് മാറ്റി, പ്ലഗ് അഡാപ്റ്റർ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സർക്കുലേഷൻ കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെറുതെ പ്ലഗ് മാത്രം മാറ്റിയിട്ടാൽ പ്ലഗ് നിൽക്കില്ല, പെട്ടെന്ന് പ്ലഗ് അടിച്ചു പോകും. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അതിനകത്ത് ഈ പ്ലഗുമ്പോൾ കിടക്കുന്ന പ്ലഗിന് വലിയ പഴക്കം തോന്നണില്ല. അപ്പോൾ സെയിം ഇതേ പ്രോബ്ലം ആയിട്ടായിരിക്കാം പ്ലഗ് പോയേക്കണത്. തന്നെ സ്ലോ സ്പീഡ് കാര്യങ്ങളൊന്നും കറക്റ്റ് നിൽക്കുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് അഴിച്ചേക്കണം കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്, കാർബറേറ്ററും പ്ലഗും കൂടി മാറ്റി കഴിയുമ്പോൾ അത്ര ഭാഗം ക്ലിയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിലവിൽ അത് മാത്രമാണ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളടുത്ത് പറഞ്ഞത് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട്. പക്ഷേ ഇതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ശരിക്കും ചെളിയുടെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയാണ്. ഇതേപോലെ ശരിക്കും ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ ചേസൊക്കെ തുരുമ്പിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ തന്നെ ചെളി ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ ആയാലും അഴിച്ചൊന്ന് വാഷ് ചെയ്ത് തുരുമ്പോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്തൊക്കെ പോകേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കവറിങ് ഉള്ളതുകൊണ്ട് നമ്മളെ പുറമേ എന്നുള്ള ഭംഗി നമ്മൾ കാണുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ളത് ഇതേപോലെ അഴിക്കുമ്പോഴാണ് അതിൻ്റെ അവസ്ഥ മനസ്സിലാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് പോകണം നല്ലതാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞേക്കണ വർക്ക് മാത്രമാണ് ചെയ്തേക്കണത്. ബാറ്ററിയുടെ കേസ് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ കിക്കറിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ബാറ്ററി നമ്മളിപ്പോൾ എടുത്തുന്നില്ല എസ്റ്റിമേറ്റിൽ. ബാക്കിയത്തെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്കൊന്ന് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ.